ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ 10th ഫിസിക്സിലെ 7ാമത്തെ പാർട്ടാണ്. 3ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ചാപ്റ്ററിലെ ട്രാൻസ്ഫോമറുകളെ പറ്റിയുള്ള കുറച്ച് 2-3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഡിസ്ക്രിപ്ഷനിൽ ബാക്കി എല്ലാ പാർട്ടുകളും കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. Okay. The number of turns in the secondary of a transformer is 2 times greater than that in the primary. Then identify the type of transformer. If 50 volt is given to the primary, what will be the voltage obtained in the secondary? If the current in its primary coil is 4 ampere, what will be the current in the secondary? ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിന്റെ 2 മടങ്ങ് എണ്ണം ചുറ്റുകൾ സെക്കൻഡറിയിൽ ഉണ്ട് എങ്കിൽ ഇതേതു തരം ട്രാൻസ്ഫോമർ ആയിരിക്കും? ഇതിന്റെ പ്രൈമറിയിൽ 50 വോൾട്ട് പ്രയോഗിച്ചാൽ സെക്കൻഡറി ലഭ്യമാകുന്ന വോൾട്ടത എത്രയായിരിക്കും? ഇതിലെ പ്രൈമറിയിലെ കറണ്ട് 4 ആംപിയർ ആണെങ്കിൽ സെക്കൻഡറി കറണ്ട് എത്രയായിരിക്കും? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. പ്രൈമറി സെക്കൻഡറി ഇതൊന്നും കൺഫ്യൂഷൻ ആയി പോകരുത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. ഓക്കെ, ദ പ്രൈമറി ഓഫ് the number of turns in the secondary of a transformer is 2 times greater than that in the primary. അതായത് സെക്കൻഡറിയിലെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്, പ്രൈമറിയിലേക്കാൾ 2 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. അപ്പൊ ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും? 2 ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണുള്ളത് അല്ലെ. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും രണ്ടാമത്തേത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പിന്റേത് പ്രൈമറിയിലെ കോയിലിന്റെ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇവിടെ വരുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും അല്ലെ, കുറവായിരിക്കും. അപ്പോ ഇതില് ഏതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി എന്ന് പറയുന്നത് 2 ടൈംസ് ഗ്രേറ്റർ ദാൻ ആണ്. അതായത് സെക്കൻഡറിയിലെ കോയിലുകളുടെ എണ്ണമാണ് നമുക്ക് ഇവിടെ കൂടുതൽ. നമ്പർ ഓഫ് കോയിൽ ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് കോയിൽ ഇൻ ദ പ്രൈമറി. അപ്പൊ അങ്ങനെ വരുന്ന ട്രാൻസ്ഫോമറിന് എന്താ പറയാ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡറിയിലെ കോയിലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതെന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി സെക്കൻഡറിയിലെ കോയിലുകളുടെ എണ്ണം കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ നമ്മുടെ ഈ കേസിൽ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. Then if 50 volt is given to the primary, what will be the voltage obtained in the secondary എന്നാണ് ചോദ്യം. 50 volt is given to the പ്രൈമറി. അപ്പൊ നമുക്കത് എഴുതാം. അതായത് പ്രൈമറിയില് വി പി എന്ന് പറയുന്നത് എന്ത് കൊടുത്തു? 50 വോൾട്ട് കൊടുത്തു. വി പി 50 വോൾട്ട് കൊടുക്കുകയാണ്. ദെൻ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഒബ്റ്റൈൻഡ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് 2 ടൈംസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആണ് അല്ലെ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി 2 ആയിട്ട് എടുത്താൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി 1 ഉണ്ടാവുള്ളൂ. ഇതിന്റെ നേരെ ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണ്. എൻ എസ് ബൈ എൻ പി ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വി എസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. വി എസ് ഈസ് ഈക്വൽ ടു വി പി ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്തായി? എൻ എസ് ഇൻറ്റു വി പി ഡിവൈഡഡ് ബൈ എൻ പി. എൻ പി ഇവിടെ ഓൾറെഡി ഉള്ളതാണ് അല്ലെ. അപ്പൊ എൻ എസ് എത്രയാ? എൻ എസ് എന്ന് പറയുന്നത് 2 ടൈംസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 ഇൻറ്റു വി പി ഈസ് 50 ആണ്. 2/50 ഡിവൈഡ് ബൈ എൻ പി ഈസ് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 100 വോൾട്ടേജ് എന്ന് കിട്ടും. 100 വോൾട്ട് എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 100 വോൾട്ട്. അതായത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഈസ് 100 വോൾട്ട്. വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഈസ് 100 വോൾട്ട്. അപ്പൊ ഇപ്പോഴും പ്രൈമറി സെക്കൻഡറി മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇപ്പൊ സെക്കൻഡറിയിലെ വോൾട്ടേജ് അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? 100 വോൾട്ടേജ് ആയിരിക്കും അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണല്ലോ. 50 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 100 വോൾട്ടേജ് കിട്ടുന്നു. സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് current in the primary coil is 4 ampere. Current in the primary coil, അതായത് IP is equal to 4 ampere. What will be the current in the secondary?
IS എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ഇൻ ദ സെക്കൻഡറി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് പവർ ഇൻ ദ പ്രൈമറി. പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ദെൻ പവർ ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി ആണ്. പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ ദ സെക്കൻഡറി ആണ്. അപ്പോൾ പ്രൈമറിയിലെ പവർ നമുക്ക് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ള ടേംസിൽ എങ്ങനെ എഴുതാം? പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ്, പ്രൈമറിയിലെ വോൾട്ടേജ് VP ആണ്. ദെൻ പ്രൈമറിയിലെ കറണ്ട് IP ആണ്. VP ഇൻറ്റു IP ഈസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ വോൾട്ടേജ് VS ആണ്. ദെൻ സെക്കൻഡറിയിലെ കറണ്ട് IS ആണ്. സോ വോൾട്ടേജ് VS ഇൻറ്റു IS നമുക്ക് എഴുതാം. VS ഇൻറ്റു IS നമുക്ക് എഴുതാം. ഇവിടെ IP തന്നിട്ടുണ്ട് 4 ആംപിയർ. IS നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ഈ VS ഉം VP ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചല്ലോ. VS അല്ലേ, ഈ 50 വോൾട്ട് ഈസ് ഗിവൺ ഇൻ ദ പ്രൈമറി എന്നാണ് തന്നിരുന്നത് അല്ലേ. അപ്പോൾ VP ഈസ് ഈക്വൽ ടു 50 വോൾട്ട് ആണ്. നമുക്ക് കിട്ടിയ VS എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? VS 100 വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. VS ഈക്വൽ ടു 100 വോൾട്ട്. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ IS കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ IS ഈസ് ഈക്വൽ ടു VSനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ VP ഇൻറ്റു IP ഡിവൈഡഡ് ബൈ VS എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു VP ഈസ് ഈക്വൽ ടു 50 വോൾട്ട് ആണ്. 50 ഇൻറ്റു IP ഈസ് ഗിവൺ അല്ലേ, 4 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. 4 ഡിവൈഡഡ് ബൈ VS നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. VS ഈസ് ഈക്വൽ ടു 100 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 100 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 4 ഈസ് 200 ഡിവൈഡ് ബൈ 100 ക്യാൻസൽ ചെയ്യുക. സോ ദ ആൻസർ ഈസ് 2 ആംപിയർ. 2 ആംപിയർ ആണ്. അപ്പോൾ എന്ത്? കറണ്ട് ഇൻ ദ സെക്കൻഡറി. കറണ്ട് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. അപ്പോൾ കണ്ടുപിടിച്ച വേ ഓർത്തിരിക്കുക. പവർ കാണാനുള്ള ഇക്വേഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അതുപോലെ ഓർത്തിരിക്കുക, പവറിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. പവർ ഇൻ ദ പ്രൈമറിയും പവർ ഇൻ ദ സെക്കൻഡറിയും ഈക്വൽ ആയിരിക്കും. പവർ ഇൻ ദ പ്രൈമറി VP ഇൻറ്റു IP എന്ന് എഴുതാം. പവർ ഇൻ ദ സെക്കൻഡറി VS ഇൻറ്റു IS എന്ന് എഴുതാം. പിന്നെ ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. VS ബൈ VP ഈസ് ഈക്വൽ ടു NS ബൈ NP. ഈ പാഠത്തിൽ ആകെ ശരിക്കും ഈ 2 ഇക്വേഷനെ മെയിൻ ആയിട്ടുള്ളൂ. ഓക്കെ, VS ബൈ VP ഈസ് ഈക്വൽ ടു NS ബൈ NP. അതേപോലെ ഈ പവറിന്റെ ഇക്വേഷനുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ഇക്വേഷൻസ്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 1000 ചുറ്റുകളുണ്ട്. പ്രൈമറി വോൾട്ടേജ് 240 വോൾട്ടും വൈദ്യുത പ്രവാഹം 0.2 ആംപിയറുമാണ്. സെക്കൻഡറിയിൽ 0.4 ആംപിയർ കറണ്ട് ലഭിക്കത്തക്ക രീതിയിലാണ് ട്രാൻസ്ഫോമർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഏതുതരം ട്രാൻസ്ഫോമർ ആണ്? സെക്കൻഡറിയിലെ വോൾട്ടതയും ചുറ്റുകളുടെ എണ്ണവും കണ്ടുപിടിക്കുക. ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ലഭ്യമാകുന്ന പരമാവധി പവർ എത്ര? എ ട്രാൻസ്ഫോമർ ഹാസ് 10,000 turns and 240 volt, 0.2 ampere in the primary coil. If the current through secondary coil is 0.4 ampere, what kind of transformer is this? Find out the voltage and number of turns in the secondary coil. Calculate the maximum power in the secondary coil of the transformer. ഇതാണ് ചോദ്യം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഒരു ട്രാൻസ്ഫോമറിന് 10,000 ടേൺസും 240 വോൾട്ടും ഉണ്ട്. ഓക്കെ, അതിന്റെ പ്രൈമറിയിലാണ് കേട്ടോ. പ്രൈമറിയിൽ 0.2 ആംപിയർ കറണ്ടുമാണ് പ്രൈമറിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇഫ് ദ കറണ്ട് ത്രൂ ദ സെക്കൻഡറി കോയിൽ ഈസ് 0.4, കറണ്ട് സെക്കൻഡറി കോയിലെ കറണ്ടും തന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറിയിലെ കണ്ടുപിടിക്കണം. ദെൻ പവർ കണ്ടുപിടിക്കണം. 3 കാര്യങ്ങളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. What kind of transformer this? Okay, what kind of transformer is this? അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ടല്ലേ. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. സ്റ്റെപ്പ് ഡൗൺ, ഇതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ഇതും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് ഷോർട്ട് നോട്ട് ആക്കി വെച്ചാൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ഇതിൽ ഏതായിരിക്കും കൂടുതൽ?
നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആയിരിക്കും കൂടുതൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലേ. ദെൻ വോൾട്ടേജിന്റെ കാര്യം എടുത്താലോ, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ആയിരിക്കും കൂടുതൽ, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ആയിരിക്കും ഇവിടെ കൂടുതൽ ഉണ്ടാവുക. ഇനി കറണ്ടിന്റെ കാര്യം വരുമ്പോൾ ഇത് നേരെ തിരിച്ചാണ് വരുന്നതെന്ന് ഓർക്കുക. കറണ്ട് ഇൻ ദ പ്രൈമറി ആയിരിക്കും കൂടുതൽ, കറണ്ട് ഇൻ ദ സെക്കൻഡറി കുറവായിരിക്കും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് തന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനാണ്. അപ്പോൾ വോൾട്ടേജ് സെക്കൻഡറിയിലെ കൂടുതലാണ്, നമ്പർ ഓഫ് ടേൺസ് അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും. പക്ഷെ കറണ്ട് സെക്കൻഡറിയിൽ കുറവായിരിക്കും. ഏതിന്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുത്താൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി വെച്ച് നോക്കിയാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആയിരിക്കും കൂടുതൽ. കാരണം പ്രൈമറി വോൾട്ടേജ് കൂടുതലും വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ പ്രൈമറി വോൾട്ടേജ് കൂടുതലായിരിക്കും, സെക്കൻഡറി വോൾട്ടേജ് കുറവായിരിക്കും. ഇവിടെ കറണ്ടിന്റെ കാര്യം വരുമ്പോൾ IP ഷുഡ് ബി ലെസ് ദാൻ IS ആയിരിക്കും. അതായത് സെക്കൻഡറിയിലായിരിക്കും ഇവിടെ കറണ്ട് കൂടുതൽ, വോൾട്ടേജിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോമർ ഇസ് ദിസ് എന്നതിനുള്ള ആൻസർ എന്തായിരിക്കും? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 0.2 ആംപിയർ കറണ്ട് ആണ് പ്രൈമറി കോയിലുള്ളത്. IP is equal to 0.2 ആംപിയർ. Then if the current through the secondary coil is 0.4 ampere, IS is equal to 0.4 ampere. അപ്പോൾ ഏതിലാണ് കറണ്ട് കൂടുതലുള്ളത്? IS-ലാണ് കറണ്ട് കൂടുതലുള്ളത് അല്ലെ, 0.4 ആംപിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമർ എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ. വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത പേജിൽ ചെയ്യാം. വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വോൾട്ടേജും കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ VP into IP is equal to VS into IS ആണ്. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഇൻറ്റു കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഇൻറ്റു കറണ്ട് ഇൻ ദ സെക്കൻഡറി. അതായത് പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ടേംസ് ഒന്ന് എഴുതിയെടുത്തേ. ഓക്കെ, VP ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ പ്രൈമറി തന്നിട്ടുണ്ടല്ലോ. വോൾട്ടേജ് ഇൻ പ്രൈമറി ട്രാൻസ്ഫോമർ ഹൗസ് 10,000 turns and 240 volt in the primary coil. അപ്പം വോൾട്ടേജ് ഇൻ ദ പ്രൈമറി VP is equal to 240 volt. It is given അല്ലെ. Then IP തന്നിട്ടുണ്ടല്ലോ. IP is equal to പ്രൈമറി കോയിലെ കറണ്ട് 0.2 ആംപിയർ. Then IS തന്നിട്ടുണ്ടല്ലോ. സെക്കൻഡറി കോയിലെ കറണ്ട് 0.4 ആംപിയർ. ഇതിൽ നിന്ന് നമുക്ക് VS കണ്ടുപിടിക്കാമല്ലോ, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. അപ്പോൾ VS ഈസ് ഈക്വൽ ടു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. VS ആണ് കണ്ടുപിടിക്കേണ്ടത്. IS-നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ VP ഇൻറ്റു IP, IS ഇവിടെ ഗുണിച്ചത് കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ IS. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു VP ഈസ് 240 into IP is 0.2 divided by 0.4 ampere. 0.4 ampere, that is equal to 240 into 2. 24 into 2 is 48. 480 ഒരു പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് 48 divided by 0.4 എന്ന് കിട്ടും. 48 divided by 0.4 is 48 divided by 4 is 12. അപ്പം 0.4 ആണ്, അതുകൊണ്ട് നമ്മളൊരു നമ്പർ 0 കൂടെ ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 120 വോൾട്ടേജ് എന്ന് ആൻസർ കിട്ടുന്നു. 120 വോൾട്ടേജ്. അപ്പോൾ ഇത് കാൽക്കുലേഷൻ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം, മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. 120 വോൾട്ടേജ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? നമ്മൾ പവറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തു, എന്നിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി. ദെൻ ഇവിടെ ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേൺസ്. ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? VS ബൈ VP ഈസ് ഈക്വൽ ടു NS ബൈ NP ആണ്. NS ബൈ NP. ഇവിടെ VS നമുക്കിപ്പോൾ കിട്ടിയല്ലോ. VS ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയ? 120 വോൾട്ട് എന്ന് കിട്ടി അല്ലെ. VP ഈസ് ഈക്വൽ ടു VP ഈസ് ഗിവൺ ആണല്ലോ 240 വോൾട്ട് എന്ന് കിട്ടി. ദെൻ
NP is given, number of turns in the primary coil is given, 10,000 ടേൺസ് ആണുള്ളത്. ഇനി നമുക്ക് NS കണ്ടുപിടിക്കണം. NS കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാവോ? നമുക്കൊന്ന് നോക്കാം, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ NS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. NS ഈസ് ഈക്വൽ ടു NP ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സോ NS ഈസ് ഈക്വൽ ടു VS ഇൻറ്റു NP divided by VP. VS into NP divided by VP. So that is equal to, substitute ചെയ്തേ, VS എന്ന് പറയുന്നത് എത്രയാണ്? 120 into NP is 10,000 divided by VP is 240. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. 0 ക്യാൻസൽ ചെയ്യുക. 12 24 ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 കിട്ടും. സോ 10,000 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5,000 എന്ന് കിട്ടും. ഇപ്പം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് എന്താണ്? 5,000 ടേൺസ് ആണ്. കാരണം ഇതെന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണല്ലോ. അപ്പം 10,000 ടേൺസ് പ്രൈമറിയിൽ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിൽ വരുമ്പോൾ 5,000 ടേൺസ് ആയിട്ട് അത് കുറയുന്നത്. അതായത് സ്റ്റെപ്പ് ഡൗണിൽ വരുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് കുറവാണ് വരുന്നത്. നമുക്ക് 5,000 ടേൺസ് എന്ന ആൻസർ കിട്ടുന്നു. അപ്പം ഞാൻ ഈ പ്രോബ്ലം കാൽക്കുലേഷൻ സൈഡ് സ്പീഡിലാണ് പോകുന്നത്. നിങ്ങളത് ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഞാൻ ചെയ്യുന്നത് തെറ്റുണ്ടോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം കൂടെയുണ്ട്. കാൽക്കുലേറ്റ് ദ മാക്സിമം പവർ ഇൻ ദ സെക്കൻഡറി കോയിൽ ഓഫ് ദിസ് ട്രാൻസ്ഫോമർ. Okay, calculate the maximum power in the secondary coil of this transformer. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ P is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പോൾ പ്രൈമറിയിലെ കറണ്ടും പ്രൈമറിയിലെ വോൾട്ടേജും പവർ ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ ദ സെക്കൻഡറി ആണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചാലും ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡറിയിലെ തന്നെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. സെക്കൻഡറിയിലേത് VS ഇൻറ്റു IS എന്ന് വരും. VS ഇൻറ്റു IS എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു VS ഉണ്ടല്ലോ 120 ആണ്. ദെൻ IS എന്ന് പറയുന്നത് എത്രയാ? കറണ്ട് ഇൻ ദ സെക്കൻഡറി. കറണ്ട് ഇൻ ദ സെക്കൻഡറി ഈസ് 0.4 ആംപിയർ അല്ലെ? 0.4 ആംപിയർ. സോ 120 ഇൻറ്റു 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 12 ഇൻറ്റു 4 48 480 ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? ഇപ്പോൾ 48 വാട്ട് എന്ന് കിട്ടും. 48 വാട്ട് എന്ന് കിട്ടും. അപ്പം നമ്മൾ യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. 48 വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 48 വാട്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പവറിന്റെയും ട്രാൻസ്ഫോമറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ്. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ടൈം കുറെ എക്സീഡ് ആയി പോകുന്നു. അപ്പോൾ 2 പ്രോബ്ലംസ്, ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതിന്റെ അടുത്ത പാർട്ട് അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഉണ്ടാവും. ഇപ്പൊ വെനസ്ഡേയ്സിനും സൺഡേയ്സിനും വൈകുന്നേരം 5 മണിക്കാണ് വീഡിയോസ് റിലീസ് ചെയ്യുക. അപ്പോൾ കാണുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.